ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബാക്കിയുള്ളത് ബക്ക പറയും. വേറെ ഒന്നുമില്ല, നമ്മളിന്ന് ഫ്ലോറ് വിരിക്കലാണ് നമ്മുടെ റൂമിൻ്റെ. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോവാം. കാണാം നമുക്ക്. ഓക്കെ, അങ്ങനെ മച്ചന്മാരെ നമ്മളെ ഇന്ന് ഈ റൂമാണ് നമ്മളിന്ന് ഇടുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നലെ ഞങ്ങൾ അവിടുത്തെ ആ റൂമുണ്ടോ, ആ റൂം നമ്മൾ വിരിച്ചു. അപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് സ്റ്റിക്കൊന്നുമില്ല, അത് പൊട്ടിപ്പോയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാത്റൂം ഉണ്ട് ഒട്ടിക്കാൻ. ബാത്റൂമിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഫ്രഷ് ടാങ്കൊക്കെ ഫിറ്റാക്കി. ഇനിയിപ്പോൾ അവിടെ കെട്ടാനൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. അത് കെട്ടി ഇന്നലെ കോൺക്രീറ്റ് ആയിരുന്നു ഇവിടെ. ഈ ഫ്ലോറെല്ലാം കോൺക്രീറ്റ് ചെയ്തു. വേ മിസ്സാക്കിങ് ജോ. ഞങ്ങള് മാലൊക്കെ വെച്ചു. ഇനി ബക്ക ഗ്രൗട്ടായി കൊണ്ടുവന്നിട്ട് ഗ്രൗട്ട് വെച്ച് ഇനി മാല് മുഴക്കുൽ വെച്ച് വരിക്കണം. ഇനി അതിന്റെ പരിപാടി. അഖിലേ മുഖേ തൊട്ടതേ ജാനടി.
ഗൈസ് അങ്ങനെ ഞങ്ങൾ 10:30 കഴിഞ്ഞു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. നല്ല വെള്ളരിക്ക കറിയും പിന്നെ നല്ല മീൻ പൊരിച്ചതും പിന്നെ ചിക്കൻ കറിയും ഉണ്ട്. പിന്നെ ഇന്നലത്തെ ചിക്കൻ കറിയുണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത പരിപാടി. ഗൈസ് ഞങ്ങളങ്ങനെ ചോറൊക്കെ കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം മയങ്ങുക. അതെ, പുറത്തെ കട്ടില. ഈ കട്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കാം. ഇവിടെ ഇപ്പം വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് വെയിൽ കുറവാണ്. വെയിൽ അങ്ങോട്ട് മാറി. അതുകൊണ്ട് സുഖം ഇവിടെ കിടക്കാം. ഞങ്ങൾ ടൈലോൺ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 ദിവസമായിട്ടുള്ളൂ. ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 3 ആഴ്ച. വരാൻ വേണ്ടി 3 ആഴ്ചയായി. ഇവിടെ തേപ്പിൻ്റെ പരിപാടി, കെട്ടിൻ്റെ പരിപാടി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പുതിയ സ്റ്റിക്ക് മേടിച്ചാലും പറഞ്ഞോ? ഞാൻ പറഞ്ഞു പുതിയ സ്റ്റിക്ക് മേടിച്ചു. ഞങ്ങളുടെ പഴയ സ്റ്റിക്കായിരുന്നേ. അത് 250 രൂപ സ്റ്റിക്കായിരുന്നു. അത് ഒടിഞ്ഞു പോയി. എന്നിട്ട് ഞങ്ങൾക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരാഴ്ച വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇന്നലെ ഞാൻ പോയിട്ട് പുതിയ സ്റ്റിക്ക് മേടിച്ചു. അത് 10,500 വിലയുള്ള സ്റ്റിക്ക് മേടിച്ചു. അത് വെച്ചിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി. ഹായ് ഗൈസ്, ഇവിടുത്തെ ഗ്യാപ്പ് കണ്ടോ? ഈ ഹാളിൻ്റെയും റൂമിൻ്റെയും കൂടെ ഇടയാണ്. അപ്പോൾ ഇവിടെ വേറെ ടൈലാണ് ഇടുന്നത്. എന്ന് പറയുമ്പോൾ ഫുൾ ബോഡി ഐവറി കളർ പോലത്തെ ഒരു കളറാണ്. ഇപ്പോൾ കാണിച്ചു തരാം, ടൈൽ കാണിച്ചു തരാം. അതാണ് ഇവിടെ മുറിച്ചിടുന്നത്. ആണ് നമ്മൾ അതിൻ്റെ ഗ്യാപ്പിലിടുന്നത്. ഫുൾ ബോഡി കേട്ടോ. ബാക്കിയുള്ള ടൈലുകളൊക്കെ ബ്ലാക്ക് ഫുൾ ബോഡി. അത് സ്റ്റെപ്പിനുള്ളതാണ്. അങ്ങനെ ഞങ്ങളെ റൂമിലെ വർക്കുകളെല്ലാം കഴിഞ്ഞു. പരിപാടി വെച്ചാൽ സിറ്റ് ഔട്ട് ടൈൽ ഇടണം. അപ്പോൾ അവിടെ കുറേ ടൈലുകളൊക്കെ ഉണ്ട്. അതൊക്കെ മാറ്റി ഹാളിലേക്ക് കയറ്റി വെച്ച് അവിടെ പൊടി കയറ്റിയിട്ട് ഇതൊക്കെ ചെയ്യണം. അതൊക്കെയാണ് ഇനിയിപ്പോൾ ലാസ്റ്റത്തെ പണി. ഇനി അത് നമുക്ക് കാണാം. ഞങ്ങളങ്ങനെ റൂമിലെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ മറ്റേ ബാത്റൂമിലുള്ള ടൈലുകളെല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങളകത്ത് ഹാളിലേക്ക് മൊത്തം കയറ്റി ഇട്ടു. ഇല്ലേ, ഇനിയിപ്പോൾ ഇവിടെ മൊത്തം പൊടി കയറ്റിയിടണം. നാളെ ഇപ്പോൾ ഈ സിറ്റ് ഔട്ട് ഇടാൻ വേണ്ടി പരിപാടിയാണ്. അപ്പോൾ പൊടി കയറ്റാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് ഞങ്ങൾ പൊടി നനയ്ക്കുക. ഇപ്പോൾ വെള്ളം ഒഴിച്ച് നനച്ചിടുവാണെങ്കിൽ നാളെ സിമെൻ്റ് ഇട്ട് മിക്സ് ആക്കുമ്പോൾ നനയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ പണി ലാഭമായി. അതുകൊണ്ട് ഞങ്ങൾ പൊടി ആദ്യം മൊത്തം നനച്ച് കുതിർത്തിടും. എന്തുകൊണ്ടായി ഇവിടെ ഇടും. ഞങ്ങൾ പൊടിയൊക്കെ കോരി ഇട്ടു. പക്ഷേ പൊടി കുറവാണ്. ഇവിടെ പൊടി മൊത്തം തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ നാളെ പൊടി വരണം. അപ്പോൾ ഇനിയിപ്പോൾ പൊടി വന്നാലേ ഇനിയിപ്പം ഒരു കൂട്ടുകൊണ്ട് വരാനുണ്ട്. ഇനിയിപ്പോൾ നാളെ അത് ആ പൊടി കൊണ്ട് വെച്ചിട്ട് വേണം പണി സ്റ്റാർട്ട് ചെയ്യാൻ. അതുകൊണ്ട് ഞങ്ങൾ പണി ഇവിടെ ഏകദേശം സ്റ്റോപ്പ് ചെയ്തു. ഇനി കുറച്ച് വാട്ടറും കാര്യങ്ങളൊക്കെ പിടിക്കാറുണ്ട്. അതുകൊണ്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വർക്കുകൾ കഴിഞ്ഞു ഫ്രണ്ട്സ്.
ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ സിറ്റൗട്ടിൻ്റെ ഹാൾ ഇരിക്കുന്നു. നമ്മൾ ഇന്ന് പൊടിയും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വൈകുന്നേരം 5 മണി ആയതുകൊണ്ട് നമ്മൾ സ്ഥലം കാലിയാക്കുവാണ്. 5 മണി വരെ നമ്മൾ കൂലിപ്പണിക്കാർ പണിയെടുക്കാറുള്ളൂ. അതാണ് നമ്മുടെ ശരി എന്നാൽ ബൈ. അപ്പോൾ ബൈ. ചേച്ചിനെ കാണിക്കാം.